KFC വായ്പാ തട്ടിപ്പ് FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവറിന്റെ ഹർജിയിൽ പരാതിക്കാരനെയും കക്ഷി ചേർത്തിട്ടുണ്ട്. കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനെയാണ് കോടതി കക്ഷി ചേർത്തിരിക്കുന്നത്. വിജിലൻസ് കേസിലെ പരാതിക്കാരൻ കൂടിയാണ് മുരുകേഷ്. ഈ മാസം 27 ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബു, ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ്, PV അൻവറിന്റെ ഈ വളരെ നിർണായകമായ ഒരു പരാതിയിലാണ് ഇപ്പോൾ പരാതിക്കാരനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കക്ഷി ചേർത്തിരിക്കുന്നത്. ഇതെങ്ങനെ വിലയിരുത്താം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകാനായി നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. രേഷ്മ, പറയൂ, എങ്ങനെ വിലയിരുത്താം? KFC വായ്പാ തട്ടിപ്പിലെ വിജിലൻസിന്റെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് PV അൻവർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ ഹർജിയിൽ പരാതിക്കാരനായിട്ടുള്ള കൊല്ലം സ്വദേശി മുരുകേഷ് നരേന്ദ്രനെ ഇപ്പോൾ കക്ഷി ചേർത്തിരിക്കുകയാണ്. ഹർജി ഹൈക്കോടതി ഈ മാസം 27 വീണ്ടും പരിഗണിക്കും. വിജിലൻസ് കേസിലെ പരാതിക്കാരനാണ് മുരുകേഷ്. അതായത് ഈ വിജിലൻസ് കേസിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് PV അൻവറിനെതിരെ ED കേസെടുക്കുകയും റെയ്ഡ് അടക്കം നടത്തുകയും ചെയ്തിരുന്നു. ഈ PV അൻവർ KFCയുടെ വായ്പ അത് തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു കൊല്ലം സ്വദേശിയായിട്ടുള്ള മുരുകേഷ് നരേന്ദ്രൻ ഉന്നയിച്ചിട്ടുള്ള പരാതി. ഈ പരാതിന്മേലായിരുന്നു FIR സ്വീകരിച്ചത്. 2 വായ്പകളിലായി 5 കോടി രൂപയാണ് ക്രമവിരുദ്ധമായിട്ട് അനുവദിച്ചത്. മാത്രവുമല്ല, ഈ ഈടുവെച്ച വസ്തു തന്നെ വീണ്ടും പണയം വെക്കുന്ന ഒരു രീതിയായിരുന്നു PV അൻവർ തുടർന്നിരുന്നത്. അതിനനുബന്ധമായിട്ടുള്ള സഹായങ്ങൾ KFCയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് മുരുകേഷ് നരേന്ദ്രൻ തീർച്ചയായും രേഷ്മ വളരെയധികം വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് വിശദാംശം നൽകിയത്.